സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ഹായ് മോളി. ആരാ അത്? എന്നെ ശല്യപ്പെടുത്താതെ എനിക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിച്ചോളൂ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ഹാ മോളെ, പറഞ്ഞോളൂ. ഇതൊരു ശല്യമായല്ലോ. എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്നെ വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ വന്നത്. ആര് വിളിച്ചു? മോളല്ലേ എന്നെ വിളിച്ചത്. പിന്നെ ഞാൻ സ്വർഗത്തിലുള്ള എന്റെ പിതാവിനെയാ വിളിച്ചത്. അത് ഞാൻ തന്നെയാണല്ലോ. ആ, നല്ല കാര്യം. ഒന്ന് മിണ്ടാതെ പോയേ. ആട്ടെ, ഒരു സംശയം. ആരാണ് ഈ സ്വർഗത്തിലിരിക്കുന്ന പിതാവ്? അത് ഞങ്ങളുടെ ദൈവം. അദ്ദേഹത്തെ എന്തിനാ പിതാവ് എന്ന് വിളിക്കുന്നത്? കാരണം അദ്ദേഹം ഞങ്ങളുടെ പിതാവായതുകൊണ്ട്. മോളുടെ അച്ഛനെ പിതാവ് എന്നാണോ വിളിക്കുന്നത്? അല്ല, ഞാൻ ഡാഡി എന്നാ വിളിക്കുന്നേ. ഡാഡി എന്താ പിതാവ് എന്ന് വിളിക്കാത്തത്? നാളെ മുതൽ ഡാഡിയെ പിതാവ് എന്ന് വിളിക്കാം. അയ്യേ, അതൊരു സുഖമില്ല. ഒരടുപ്പം തോന്നില്ല. ഡാഡി എന്നെ ഓടിക്കും. എങ്കിൽ എന്തിനാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്? ഡാഡി എന്നല്ലേ വിളിക്കേണ്ടത്? അങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. ഈശോ മലയാളത്തിലാണോ പഠിപ്പിച്ചത്? അല്ല, ഈശോയുടെ പ്രാർത്ഥനയുടെ മലയാളം പരിഭാഷയാണ്. എന്ന് ആര് പറഞ്ഞു? നിങ്ങളൊന്ന് പോയേ. ശല്യം ചെയ്യാതെ എനിക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ. ഈശോ വിളിച്ചത് അബ്ബ എന്നാണ്. അബ്ബ എന്ന് പറഞ്ഞാൽ മോളുടെ ഭാഷയിൽ ഡാഡി എന്ന്. മോളുടെ ഡാഡിയെ പിതാവേ എന്ന് വിളിച്ചാൽ ഒരടുപ്പം തോന്നാത്തതുപോലെ ദൈവത്തിന് ഓരോ മക്കളും അവരുടെ ഡാഡിമാരെ എങ്ങനെ വിളിക്കുന്നോ അതുപോലെ വിളിക്കുന്നതാ ഇഷ്ടം. അത് അച്ഛ എന്നാകാം, പപ്പ എന്നാകാം, അപ്പച്ച എന്നാകാം, ചാച്ച എന്നാകാം. മനസ്സിലായോ മോൾക്ക്? അയ്യോ, ഉറങ്ങുന്നതിന് മുമ്പ് 10 പ്രാവശ്യം സ്വർഗസ്നായ പിതാവ് ചൊല്ലാനാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു പ്രാവശ്യം പോലും ആയിട്ടില്ല. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുവോ? ഓക്കെ മോളെ, ചൊല്ലിക്കോളൂ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഹലോ, ഒന്ന് നിന്നേ. ഇനി എന്താ? അല്ല, എന്താ ഈ പൂജിതമാകണമെന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ദൈവം മഹത്വപ്പെടണമെന്ന്. ഓഹോ, എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? അതെ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട കേട്ടോ. എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ ചൊല്ലുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും ഒന്നും മനസ്സിലാക്കാതെയാണ് ചൊല്ലുന്നതെന്നറിയുമ്പോൾ ദൈവത്തിന് വിഷമം ഉണ്ടാവില്ലേ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, എന്നാൽ പറഞ്ഞു തരാം. അതിനു മുൻപ് എങ്ങനെയാണ് ഒരാൾക്ക് മഹത്വം ഉണ്ടാകുന്നതെന്ന് അറിയണം. മോൾക്ക് മോളുടെ ഡാഡിക്ക് എങ്ങനെയാ മഹത്വം കൊടുക്കാൻ പറ്റുന്നത്? അത് ഞാൻ നല്ലത് ചെയ്യുമ്പോൾ. മിടുക്കി, വളരെ ശരി. കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ അവരുടെ ഡാഡിമാർക്ക് സന്തോഷവും മഹത്വവും കിട്ടും. അതുപോലെയാണ് ഭൂമിയിൽ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ സൃഷ്ടിച്ച അവരുടെ ദൈവത്തിന് മഹത്വം കിട്ടും. ഓക്കെ, ചൊല്ലിക്കോളൂ. അങ്ങയുടെ രാജ്യം വരണമേ. നിക്ക്. ഇനി എന്താ ഇപ്പൊ പറഞ്ഞത്? രാജ്യം വരണമെന്ന്. രാജ്യം എങ്ങനെയാ വരുന്നത്? ഇതെന്നാ എവിടെയെങ്കിലും രാജ്യമില്ലേ? എനിക്കറിയില്ല മോളെ. ദൈവത്തിന്റെ രാജ്യം വരികയല്ല, അതിവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. അതെങ്ങനെ? അതായത് ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും ഒരു ലോകമാണ്. അത് ദൈവം കൊണ്ടുതരേണ്ടതല്ല, ലോകത്തിലുള്ളവർക്ക് തന്നെ അതിനെ സൃഷ്ടിക്കാവുന്നതാണ്. പക്ഷെ എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ, പട്ടിണിയും കഷ്ടപ്പാടുകളുമായ ഒരു കൂട്ടം ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തിന്റെ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്നിട്ട് വെറുതെ ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹേ, മോളെന്താ മിണ്ടാതിരിക്കുന്നത്? വിഷമായോ? പ്രാർത്ഥന തുടർന്നോളൂ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ശരിക്കും ആകണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാരണം ഇവിടെ എല്ലാവരും സ്വന്തം തിരുമനസ്സാണ് നിറവേറ്റാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് എല്ലാ അക്രമങ്ങളും ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് സാധൂകരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞ ആളിന്റെ പേരാണ്. അതിലൊരു സൽമാൻ അല്ലെങ്കിൽ ഒരു നായർ അല്ലെങ്കിൽ ഒരു ജോസഫ് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് നിങ്ങൾ വിധിക്കാനും കത്തിയെടുക്കാനും ഓടും. അല്ലാതെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കില്ല. മോള് ശ്രീരാമകൃഷ്ണ പരമഹംസയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഒരു സന്യാസിയല്ലേ? വെറും സന്യാസിയല്ല, ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാൾ. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിലേക്കുള്ള വഴി പലതാണ്. ഒരു വലിയ മലയുടെ മുകളിലേക്ക് പല വശങ്ങളിലൂടെ കയറാവുന്നത് പോലെ. എല്ലാ വഴിയും ശരിയാണ്, പക്ഷെ എല്ലാവരും അവകാശപ്പെടുന്നത് അവർ സഞ്ചരിക്കുന്ന വഴിയാണ് ശരിയായ വഴിയെന്ന്. എന്തൊരു അസംബന്ധമല്ലേ മോളെ. ദൈവത്തിന്റെ തിരുമനസ് എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും സന്തോഷത്തിലും കഴിയാനാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്.
മോൾക്ക് വിഷമയല്ലേ? അപ്പോൾ ദൈവം ഇതൊക്കെ കണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ട് മോളെ. ബാക്കി കേൾക്കട്ടെ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഒന്ന് നിന്നേ. ഈ പ്രശ്നത്തിന് പരിഹാരം പണ്ടേ തന്നതാണല്ലോ. എന്ന്? ഈ ഭൂമിയും ഇതിൽ വസിക്കുന്നവരെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും വേണ്ട ആഹാരം കൊടുത്തിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴും പലരും പട്ടിണിയിലാണല്ലോ. അത് ദൈവത്തിന്റെ കുഴപ്പമല്ലല്ലോ. നിങ്ങൾ വാനോളം വാഴ്ത്തുന്ന ഗാന്ധിജി പറഞ്ഞ കാര്യം ആവർത്തിക്കട്ടെ. അതായത് എല്ലാ മനുഷ്യർക്കും അവരുടെ ആവശ്യത്തിനുള്ളവ ഈ ലോകത്തിലുണ്ട്, പക്ഷെ അവരുടെ ആർത്തിക്കുള്ളതില്ല. അപ്പോൾ പ്രശ്നം അവിടെയാണ്, മനുഷ്യരുടെ ആർത്തി. പരസ്പരം പങ്കുവച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. സമ്മതിച്ചിരിക്കുന്നു. എന്ത് സമ്മതിച്ചിരിക്കുന്നു എന്ന്? ചോദിച്ചത് തന്നെ. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന അളവിൽ തന്നെ നിങ്ങളോട് ക്ഷമിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടണം, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കില്ല. എന്നിട്ട് ദൈവത്തോട് സ്വന്തം കുറ്റങ്ങൾ ക്ഷമിക്കാൻ പറയും, പക്ഷെ ചോദിക്കുന്നതിലെ വൈരുദ്ധ്യം മനസ്സിലാക്കുന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. മോളെ, ഒരു നിമിഷം. ദൈവമാണോ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത്? നിങ്ങൾ തന്നെ ചെന്ന് ചാടുവല്ലേ? എന്ന് വെച്ചാൽ? അതായത് മോളെ, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ദൈവം ആരെയും പ്രലോഭനങ്ങളിൽ ചാടിക്കുന്നില്ല. പക്ഷെ പ്രലോഭനങ്ങൾ ധാരാളം ലോകത്തിലുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുമുണ്ട്. അതിനെ അതിജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം മനുഷ്യൻ അനുഭവിക്കണം. മനസ്സിലായോ മോൾക്ക്? എങ്കിൽ തുടർന്നോളൂ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മോളെ, ഈ ലോകത്തിൽ നന്മയും തിന്മയുമുണ്ട്. അവയെ വിവേചിച്ചറിയാനുള്ള കഴിവും ദൈവം നൽകിയിട്ടുണ്ട്. ആ വിവേചന ശക്തിയും സ്വാതന്ത്ര്യമാണ് ദൈവം നൽകിയ വരദാനങ്ങളിൽ ഏറ്റവും മികച്ചത്. അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു തന്നാൽ നിങ്ങൾക്ക് തന്നെ ബോറാകും. ഒന്നാലോചിച്ച് നോക്കിക്കേ. മോളുടെ ഡാഡി മോൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരികയാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ മോൾ ഒരു കഴിവില്ലാത്ത കളിപ്പാവയായി മാറില്ലേ? ഏത് ഡാഡിക്കും അവരുടെ മക്കൾ സ്വന്തമായി കഴിവുകൾ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് അഭിമാനം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് ദൈവത്തിനും. അപ്പോൾ തിന്മയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. മോളെ, ദൈവത്തിന്റെ ഒരു വലിയ വിഷമം മോളോട് പങ്കുവെക്കട്ടെ. ദൈവത്തിന് വിഷമോ? അതെ മോളെ, ദൈവത്തിനുമുണ്ട് വിഷമം. നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിനേക്കാളും ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി താലോലിക്കുന്ന ദൈവത്തെ ഒരു ക്രൂരനായി ചിത്രീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം. നിങ്ങളുടെ മതനേതാക്കന്മാരും ചില ഗുരുക്കന്മാരും ദൈവത്തെ ഒരു പോലീസായിട്ടും ക്രൂരനായ ഒരു വിധികർത്താവായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ വളരെ വാത്സല്യത്തോടും കരുണയോടും കാണുകയും നിങ്ങളുടെ കുറുമ്പുകൾ സന്തോഷത്തോടെ ക്ഷമിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു നല്ല ഡാഡിയാണ് നിങ്ങളുടെ ദൈവമെന്ന് നമ്മൾ അറിയണം. അതാണ് ശരിക്കും ദൈവത്തിൻ്റെ മുഖം. അങ്ങനെ കാണാത്തതാണ് ദൈവത്തിൻ്റെ വിഷമം. അങ്ങ് ശരിക്കും ആരാണ്? ഞാനോ? ഞാൻ മോള് വിളിച്ച മോളുടെ പിതാവ്.